ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് നഷ്ടമുണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യക്ക് നഷ്ടമുണ്ടായതിന്റെ ഒരു ഫോട്ടോയെങ്കിലും കാണിക്കാൻ ഡോവൽ വെല്ലുവിളിച്ചു. മദ്രാസ് IITയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ, വിശദാംശങ്ങൾ. ശ്രുതി, മദ്രാസ് IITയിൽ നടന്നൊരു പരിപാടിയിലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് അജിത് ഡോവൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സമാനമായ പ്രതികരണങ്ങൾ വന്നിരുന്നു. എന്താണെങ്കിലും അതൊക്കെ പൂർണ്ണമായി തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ് തള്ളുകയാണ്. ഇന്ത്യയുടെ എന്തെങ്കിലും ആക്രമിക്കപ്പെട്ടതായുള്ള ഒരു ദൃശ്യമെങ്കിലും പുറത്തുവിടൂ എന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി 13 പാകിസ്ഥാൻ വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തും, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. 23 മിനിറ്റ് മാത്രമാണ് ഈ ആക്രമണങ്ങൾക്ക് എടുത്തതെന്ന് അടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കിയാണ്. എന്താണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടങ്ങൾ വിളിച്ചു പറയുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചെയ്തതെന്ന കാര്യത്തിൽ സംശയമില്ല. IIT മദ്രാസിലെ വിദ്യാർത്ഥികളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് കൂടുതൽ ആവേശം പകരുക എന്ന തരത്തിലുള്ള പ്രസംഗം തന്നെയായിരുന്നു ഇന്നിപ്പോൾ അജിത് ഡോവലിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നും എടുത്തു പറയാൻ കഴിഞ്ഞ നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.